ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നപ്പൂസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ബീഫ് വടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു വടയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകും മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ബീഫ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബീഫ് വേവിക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞാൻ വേവിച്ചെടുത്ത ബീഫിനെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി ഉള്ളി, ഒരു 3 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പിടി മല്ലിയില, അതുപോലെ തന്നെ 1-2 തണ്ട് കറിവേപ്പില, അര ടീസ്പൂൺ ചുവന്ന മുളക് പൊടിച്ചത്, അത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ കുരുമുളക് ചേർക്കണമെന്നില്ല. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അത് മിക്സാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ബീഫും ആ മസാലയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മുഴുവനായിട്ടും കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തോ അല്ലെങ്കിൽ ഇത് മിക്സ് ആക്കിയതിന് ശേഷമോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ബീഫിൽ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഉപ്പ് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വടയുടെ ഷേപ്പിലേക്കാക്കി മാറ്റാം. അപ്പോൾ ആദ്യം ഒരു മീഡിയം സൈസുള്ള ഉണ്ട എടുക്കുക. എന്നിട്ടതിങ്ങനെ കയ്യിൽ വെച്ച് തന്നെ പരത്തിയിട്ട് അതിൻ്റെ നടുവിലൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം. അതാണല്ലോ ഒന്നുകൂടെ വടയുടെ ഷേപ്പ്. അപ്പോൾ ഹോൾസ് ഇടാൻ മറക്കരുത്. ഹോൾസ് ഇട്ടാൽ വടയുടെ ഷേപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം.
അപ്പോൾ വട മുഴുവനും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലെക്സും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും ആവശ്യമുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ആദ്യം മുട്ടയിലേക്ക് മുക്കുക, എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വടയുടെ ഹോൾസ് അടഞ്ഞു പോവാതെ നോക്കണം. അപ്പോൾ ഞാനിത് മുഴുവനും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വട ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച്, ഓയിൽ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ വട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.